ഹായ് ഹലോ. അപ്പം നമ്മൾ ഉണ്ണിത്തണ്ടും കൂർക്കയും കൂടിയിട്ട് തോരൻ വയ്ക്കാനാണ് പേര് പോലെ. അപ്പോൾ ഞാനിതാ പാത്രം വെച്ചു, ഗ്യാസ് കത്തിച്ചു. അപ്പോൾ 2-3 സാധനങ്ങൾ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ അതൊക്കെ എടുത്ത് സെറ്റാക്കി അവിടെ വയ്ക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് പാത്രം വെച്ച് കുറച്ച് നേരമായി. പിന്നെ നമ്മൾ സാധാ ഉപ്പേരി വയ്ക്കുന്ന പോലെ തന്നെയാണ് ഇതും വയ്ക്കുന്നത്. അപ്പോൾ ആദ്യം എണ്ണ ഒഴിക്കുക. നമുക്ക് കൂർക്കയും ഉണ്ണിത്തണ്ടും കൂടി വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമുക്ക് ഉരുളക്കിഴങ്ങും ഒക്കെ ഇട്ട് വയ്ക്കാം. എങ്ങനെ വെച്ചാലും നമുക്ക് ഉണ്ണിത്തണ്ടിൻ്റെ കൂടെ എന്തെങ്കിലും ചേർത്ത് വെക്കണം. അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് തോന്നുക. പിന്നെ കടുക് ഇട്ടു ഞാൻ. പിന്നെ നമുക്ക് കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ഇടാം. എൻ്റെ അടുത്ത് കറിവേപ്പില ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ കറിവേപ്പില ഇട്ടിട്ടില്ല. പിന്നെ 2-3 വറ്റൽമുളകും കൂടി. പിന്നെ നമുക്ക് വെളുത്തുള്ളി ഇടണം. 2-3 നമുക്ക് എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി ഇടുക. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തൊരു ബ്രൗൺ ആവണ വരെ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാൻ വോയിസ് ഇടുമ്പോൾ അപ്പുറത്ത് നമ്മൾ പാത്രം കഴുകുന്നുണ്ട്, അതുകൊണ്ടാണ് ചെറിയ സൗണ്ട് വരുന്നത്. പിന്നെ നമുക്ക് ചെറുള്ളി ഉണ്ടെങ്കിൽ ചെറുള്ളി ഇടാം, സവോള ഉണ്ടെങ്കിൽ സവോള ഇടാം. അപ്പോൾ എൻ്റെ അടുത്ത് ചെറുള്ളി അല്ല സവോളയാണ്, ചെറിയ സവോളയാണ്. ഞാനതൊരു 3-4 എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി ചെറുതാക്കി വരുന്നിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. നമുക്കതൊക്കെ ഒന്ന് കളറ് മാറി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ കുറേ നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട്, ഇനി വീഡിയോ ഇടയ്ക്കിടയ്ക്ക് ഇടണമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ നമുക്ക് കാന്താരി മുളക് അത് ചെറുതായിട്ടൊരു ചതച്ചത് ഒരു 4-5 എണ്ണം. പിന്നെ കൂർക്കയും ഉണ്ണിത്തണ്ടും. പക്ഷേ ഞാൻ ഉണ്ണിത്തണ്ട് എടുത്തത് കുറച്ച് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഉണ്ണിത്തണ്ട് അത്രയ്ക്ക് വേണ്ട, അത് കുറച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും ഒരേ അളവിലാണെങ്കിൽ ഒന്നും കൂടി നല്ല ടേസ്റ്റായിട്ട് കിട്ടും. നമുക്ക് ഇങ്ങനെ വയ്ക്കുമ്പോൾ ഉണ്ണിത്തണ്ട് കൂടുതലാകുമ്പോൾ ഉണ്ണിത്തണ്ടിൻ്റെ ടേസ്റ്റാണ് കൂടുതലായിട്ട് വരിക. പിന്നെ നമുക്ക് ആ മുളകും കൂടി ഞാൻ ഇട്ട് കൊടുത്തു. ഞാൻ വെറുതെ ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്താണ്. എടുത്ത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ മുളക്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ അത് പോരാ എരിവ്, അത് ഇട്ട് കൊടുത്തു. ഞാൻ എനിക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പോരാ തോന്നി. അപ്പോൾ അത് കാരണം 2-3 സ്പൂൺ ഇടയിൽ കുറച്ചായിട്ട് ഇട്ടത്. പിന്നെ നമുക്ക് നന്നായിട്ട് മഞ്ഞൾപ്പൊടി അതിലിട്ടൊന്ന് വാട്ടിയെടുക്കുക. നന്നായിട്ടൊന്ന് വാടണം. നമുക്ക് ആ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടണം. പിന്നെ നമുക്ക് ഉണ്ണിത്തണ്ട് അതിലോട്ടിടാം. ആദ്യം നമ്മൾ കുറച്ച് ഉണ്ണിത്തണ്ട് അതിനകത്തിട്ടിട്ട് കുറച്ച് ഇളക്കണം. ഞാൻ കുറച്ച് പറഞ്ഞില്ല, കുറച്ച് ഉണ്ണിത്തണ്ട് കൂടുതൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായില്ലേ, കൂർക്ക കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. നമുക്ക് രണ്ടിൻ്റെയും കൂടി ടേസ്റ്റ്, കൂർക്കയുടെയും ഉണ്ണിത്തണ്ടിൻ്റെയും കൂടി ടേസ്റ്റ് വരുമ്പോൾ നമുക്ക് കഴിക്കാനൊരു നല്ല സ്വാദുണ്ടാവും. ഇത് നന്നായി ഇളക്കി കൊടുക്കാം.
അത് നന്നായി ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അതിനകത്ത് വെള്ളം ഒഴിക്കാം. അത് ഇളക്കി കൊടുത്തൊന്ന് മിക്സാക്കിയിട്ട് നമ്മൾ അധികം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. കാരണം ഉണ്ണിത്തണ്ടിൽ നമുക്ക് വെള്ളം വരും. ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെയും ആവിയിലായിട്ട് വേവിക്കാം. അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു. എന്നാലും നന്നായി വെള്ളം ഒഴിച്ച് വേവിക്കുമ്പോൾ കുറച്ചും കൂടി നന്നായി വെന്ത് കിട്ടും. ഇപ്പം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചെറിയൊരു കപ്പിൽ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തു. ഇപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അതിലേക്ക്. എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ച് വെച്ച് നമുക്ക് കുറച്ച് നേരം വേവിക്കാം. നമ്മൾ ഈ വെള്ളം ഒഴിച്ചതും ഇതിൻ്റെ കൂടെ കുറച്ചും കൂടി വെള്ളവും കൂടി വരും, ഉണ്ണിത്തണ്ടിൻ്റെ വെള്ളം കൂടി. അപ്പോൾ നമുക്കത് വേവാനുള്ള വെള്ളം കിട്ടും. നമ്മളിതൊക്കെ അടച്ച് വെച്ചു. ഇനി അടച്ച് വെച്ച് കുറച്ച് നേരം വേവണം. അപ്പോൾ ഇങ്ങനെയായി നമുക്ക് ഒരുവിധം വെന്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കഴിച്ച് നോക്കിയപ്പോൾ എരിവ് നന്നായിട്ട് തോന്നിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മുളക് ക്രഷ് ചെയ്തിട്ടും കൂടി അതിനകത്തിട്ടു. എനിക്ക് എരിവ് പോരാ തോന്നി. അപ്പോൾ അതിലുള്ള മുളക് ഉണ്ടായിരുന്നില്ലല്ലോ അതിനകത്ത്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ കുറച്ചും കൂടി മുളകും കൂടി ക്രഷ് ചെയ്തിട്ട് കൊടുത്ത് ഇനി നന്നായി ഒന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ ഒരുവിധം വെന്തിട്ടുണ്ട് കേട്ടോ. വെള്ളം വറ്റിക്കഴിഞ്ഞ ശേഷം ഞാൻ ഇട്ട് കൊടുത്തത്. അപ്പോൾ നമ്മുടെ ഒരുവിധം ഉണ്ണിത്തണ്ട് ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഉപ്പേരി റെഡിയായി തുടങ്ങി. വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.